അഹങ്കാരമുള്ള ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ കഴിയൂ. കാരണം നല്ല മൂല്യങ്ങളുള്ള ഒരാൾ എപ്പോഴും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നു. ഒരിക്കലും പ്രതികാരം ചെയ്യരുത്. കേടായ പഴങ്ങൾ താനേ വീഴും. ചിരി അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് നമ്മളെ വേദനിപ്പിച്ചവരോട്, വില കുറച്ചു കണ്ടവരോട്, പറ്റിച്ചവരോട്, ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവരോട്. വീണ്ടും ചിരിക്കാൻ കഴിയുമെങ്കിൽ ചിരി ഒരനുഗ്രഹമാണ്. നമ്മുടെ ഏറ്റവും മോശപ്പെട്ട സമയമാണ് സത്യത്തിൽ നമ്മുടെ യഥാർത്ഥ സമയം. കാരണം ആ സമയത്താണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. ജീവിതത്തിൽ ക്ഷമിക്കാൻ പഠിക്കണം. എന്ന് വെച്ച് പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണം. അവിടെ ക്ഷമയും താങ്ങിപ്പിടിച്ച് നടക്കരുത്. വീഴ്ചകളിൽ മറ്റുള്ളവർ താങ്ങാകും എന്ന് ചിന്തിക്കാതെ സ്വയം കരകയറാനുള്ള വഴി കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. ഒരു മനുഷ്യനെ രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം. നമ്മൾ പറയുന്നതൊന്നും ചിലർക്ക് മനസ്സിലാകാത്തത് നമ്മുടെ ആശയം മോശമായതുകൊണ്ടാവണം എന്നില്ല. ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പാകത്തിന് അവരുടെ മനസ്സിന് വിശാലത ഇല്ലാത്തതുകൊണ്ടും ആകാം. മനസ്സിലുള്ളത് അങ്ങനെ തന്നെ മറ്റൊരാളെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്ത കാലത്തോളം നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചിലതൊക്കെ അവസാനിപ്പിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കുന്നിടത്താണ് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ എല്ലാം ഏറ്റവും വലിയ പ്രചോദനം നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ എത്രമാത്രം ശക്തരാണ് എന്ന് നമുക്കറിയില്ല. നേരിടാൻ നമ്മുടെ ആത്മധൈര്യം മാത്രമാണ് ഏക വഴി എന്ന് നാം തിരിച്ചറിയുന്ന നിമിഷം വരെ. ഏതൊരു കാര്യവും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. പരിഹസിക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും ചെവി കൊള്ളാതിരിക്കുക. അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം ജീവിക്കുന്നത്. കാത്തിരിക്കുന്നവരല്ല, തേടിയിറങ്ങുന്നവരാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതും വിജയിക്കുന്നതും നേടിയെടുക്കുന്നതും. എപ്പോഴും ഒരു നല്ല വ്യക്തിയാവുക. അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടതില്ല. മനസ്സിൽ നന്മയുള്ളവർ അത് തിരിച്ചറിയും. വ്യക്തിത്വം മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അഭിമാനമായി മാറും. ശരിയാണ്, എല്ലാം കടന്നു പോകും. പക്ഷേ അനുഭവിക്കാതെ ഒന്നും കടന്നു പോകില്ല. കണ്ണിൽ നോക്കി വായിക്കാൻ പഠിക്കണം. കാരണം ചുണ്ടുകൾ കള്ളം പറയുന്ന കാലമാണ്. ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത്. അത് അഹങ്കാരം കൊണ്ടല്ല, ദേഷ്യം കൊണ്ടല്ല. ആ വാതിൽ തുറന്നിട്ടാലും അതിൽ നിന്നൊരു വെളിച്ചമോ കാറ്റോ ഒന്നും തന്നെ വരാൻ പോകുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഇതുപോലുള്ള വീഡിയോനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.